ആറ്റും അതുപോലെ ആറ്റും മണമേലെ ഉണ്ണിയാർച്ച ഊണും കഴിഞ്ഞങ്ങുറക്കമായി ഉറക്കത്തിൽ ആത്മാവും കണ്ടു പെണ്ണ് അല്ലേ മലർക്കാവിൽ കൂത്തല്ലാണ് അയ്യപ്പൻ കാവിൽ വേളക്കല്ലാണ്. അതിനെ അറിയാം, ആലോചിക്കണം. ഇപ്പം തൊട്ടേ 12 വയസ്സിലേ തുടങ്ങി ഈ പണി. ഒരു 17 വയസ്സിന് ഞാൻ കാലിക്കാരനാണ്, കാലുകൂട്ടുകാരനാണ്. നമ്മളിന്നൊക്കെ കണ്ടുപിടിച്ച കൃഷിയെക്കുറിച്ച് എന്നുവെച്ചാൽ ഒരാൾ കാലുകൂട്ടുന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ പോകും. അവിടെ പോയിട്ട് എന്താ പറയാം, അവരുടെ കൂട്ട് നോക്കും. എന്നാലും അവരോട് പറയും ഞാൻ കുറച്ച് നേരം പിടിക്കേ. അങ്ങനെ ഒരു 9 കൊല്ലം കുടയിൽ പോയി സ്കൂൾ വിട്ടോണ്ടേ. സ്കൂൾ വിടുന്ന മുമ്പേ ഈ തൊഴിൽ ഇവരുമായിട്ട് ഈ കാർഷികമായിട്ട് ബന്ധമാണ്. പിന്നെ അതുപോലെ പശു വളർത്തൽ, ആട് വളർത്തൽ, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുക. കൃഷികം ആകുമ്പോഴേക്കും നമ്മൾ എന്തായാലും ആലവളം കൊണ്ട് നിരത്തി കണ്ടങ്ങളിൽ കടത്തിക്കൊണ്ടുവന്ന് വീട്ടിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്ന് നിരത്തും. ഒരുപാട് ആളുണ്ടാവും കടത്താൻ വേണ്ടി. അത് വൈകുന്നേരം വരെ കടത്തും. പിന്നെ അതിന് മുമ്പായിട്ടുണ്ടായ സംഭവം വെച്ചാൽ ചേറുണ്ടല്ലോ കൈപ്പാട്ടെന്ന്, ഈ ചേറ് കുഴിയിൽ നിന്ന് എടുത്തിട്ട് കരക്കിട്ട് ഉണക്കും. അപ്പോൾ ഈ മണലുള്ള സ്ഥലത്ത് കൊണ്ടിടും. ഇത് ഈ മണക്കണ്ടത്തിലേക്ക് ഇടും. അത് കഴിഞ്ഞാൽ ഈ ആലവളം ചേർക്കുക. ആലവളം ചേർത്താൽ വലിയ ഗുണങ്ങളാണ്. അപ്പോൾ അന്നത്തെ നെല്ല് വേറൊന്നും വേണ്ട. ഇന്നിപ്പോൾ പിന്നെ കുടയിൻ്റെ വ്യത്യാസമല്ല നമ്മൾ ഇവിടെ പറയുന്നത്. അപ്പോൾ അന്ന് നെല്ല് എന്ന് പറഞ്ഞാൽ നെല്ലാണ്. അപ്പോൾ കാല് കൂട്ടൽ നമ്മൾ കൂട്ടുന്ന 7 കാലെടുക്കും. 100, 150 മേനി വരുന്നുണ്ടോ അത്രയും കൊലയായിരിക്കും വലിയ കൊല. അതായത് കയമ, ഓർക്കയമ, കുഞ്ഞേരെന്ന് പറഞ്ഞാൽ അത് ഇത് പോലെ ഒക്കെ ഉണ്ടായിരുന്നു. അന്ന് വാശിയാണ് പണിയെടുക്കാൻ. ഇന്നിപ്പം വാശിയല്ല. ഇന്നിപ്പം വാശി എന്നാൽ വന്ന് ഒരു അന്ന് 7 മണിക്ക് മുമ്പേറ്റൊക്കെ കണ്ടെത്തിറും. അതുപോലെ തന്നെ കൊയ്ത് കഴിഞ്ഞാൽ രാത്രി 12 മണിക്കെല്ലാം നമ്മളെ അച്ഛനും അമ്മയെല്ലാം വന്ന കാലം നമ്മൾ സ്കൂളിൽ പഠിക്കുന്നത്. അത് രാത്രി അവർ വരുമ്പോഴേക്കും അവർ ഭക്ഷണം ഉണ്ടാക്കണം. അതുപോലെ അവർക്ക് കുടിക്കാൻ വെള്ളം ഉണ്ടാക്കി അവർ പിറ്റേന്ന് രാവിലെ പോയി. രാത്രി ഉണ്ടാകും ഭക്ഷണം കഴിച്ചാൽ അവർ പോയി. 6 മണിക്ക് മുമ്പേറ്റ് അവർ വിടും കണ്ടത്തിലേക്ക് കൊയ്യാൻ.